ഇന്ന് അമ്മ വീട്ടിലെ ഓണത്തിന് പോവാണേ. അമ്മയൊക്കെ രാവിലെ തന്നെ പോയി. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായ കാരണം ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ അങ്ങ് എത്തിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് ഞാൻ ചെന്നത്. ഉച്ചയാകാറായപ്പോഴല്ല, ഏറെക്കുറെ ഉച്ച കഴിഞ്ഞു. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. നമ്മളെല്ലാവരും പറയുന്ന പോലെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ സ്മരണകളൊക്കെ അലയടിക്കുന്ന എന്താ പറയുന്നത്, എൻ്റെ ഹെവൻ എന്നൊക്കെ വേണേൽ പറയാം. ഇപ്പോൾ ഇവിടെ എല്ലാ കസിൻസൊന്നുമില്ല, അവരെല്ലാം കല്യാണം കഴിച്ച് പോയതാണ്. പിന്നെ ഇവൾ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മാവനും അമ്മായിയും വല്യമ്മയൊക്കെ ഇപ്പം പിന്നെ ഓണത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ വന്നപാടെ എല്ലാവർക്കും എല്ലാം ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്തു. പിന്നെ എന്തൊക്കെ ചെറിയൊരു ഓണക്കോടിയൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഓണക്കോടിയൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതെല്ലാം വെച്ചൊക്കെ നോക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. എല്ലാ വർഷവും വന്നിട്ട് ഇലയ്ക്കകത്തൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ ഇന്ന് ഞാൻ ഇത്രയും ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഇനി അതിനകത്തൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പ്ലേറ്റിനകത്തെടുത്ത് കഴിച്ചു. അമ്മയുടെ എല്ലാ സ്പെഷ്യൽ കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരുടെ കൂടി ഇരുന്ന് പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ പിന്നെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലോട്ട് പോയി. തൊട്ടടുത്ത് തന്നെയാണ് അമ്മാവൻ്റെ വീട്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടെ പോകുന്നതും പതിവുണ്ട്. അവിടെ പിന്നെ മാമൻ്റെ മോളുണ്ട്, കുഞ്ചു. അവളുമായിട്ട് പോയി കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അവൾ എനിക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നു. പിന്നെ ഇത് ഇവിടുത്തെ പെറ്റാട്ടോ, ദാമു. അവന് നല്ല ഏജുണ്ട്. പാവം, ഭയങ്കര പാവമാണ്, കടിക്കത്തൊന്നുമില്ല. എന്ത് ചെയ്താലും പിന്നെ അവിടെ ഇരുന്ന് അവളുമായിട്ടൊക്കെ കുറേ കാര്യമൊക്കെ പറഞ്ഞു, ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ അടുത്ത് ഈ ഊഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇരുന്ന് ആടിയാൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് അവളോട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു, ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ പോകാൻ നേരത്താണ് അവിടെ പേരയ്ക്ക നിൽക്കും. പിന്നെ അതേ വലിഞ്ഞ് കയറി 2 പേരയ്ക്ക പിച്ചി. അതിനകത്ത് ഒരെണ്ണം കൊള്ളായിരുന്നു, ഒരെണ്ണം കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നേരെ കുടുംബത്തോട്ടാണ് വന്നത്. കുടുംബത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ കുറേ സ്ഥലമുണ്ട് ഇങ്ങനെ കാണാൻ, ഫുള്ള് റബ്ബറാണ്. അപ്പോൾ അതിനകത്തൂടെയൊക്കെ കുറേ നേരം ഇങ്ങനെ ചുറ്റി നടക്കുകയൊക്കെ ചെയ്ത്. പണ്ട് അതൊക്കെ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടി ഞങ്ങൾ ചേർന്നിട്ട് ഒളിച്ച് കളിയും മറ്റേ ചോറും കറി അങ്ങനെയൊക്കെ ഒത്തിരി കളികൾ കളിച്ചിരുന്ന ഞങ്ങളുടെ പഴയ ബാല്യകാല സ്മരണ ഉണർത്തുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ പിന്നെ പോയി എക്സ്പ്ലോറൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഇഷ്ടംപോലെ പിച്ചി ഉണ്ടായിരുന്നു. പണ്ട് എപ്പോൾ അമ്മ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും കുറേ പിച്ചിപ്പൂവും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് സ്കൂളിലൊക്കെ പോയി വെച്ചുകൊണ്ട് പോയി. അതിൻ്റെ ആ സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും മത്ത് പിടിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മായി അതൊക്കെ പിച്ചി കാണിക്കുമായിരുന്നു, പിച്ചി തലയിൽ വെച്ചോളാനൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ആണെങ്കിൽ ഇരുമ്പൻ പുളിയുണ്ട്, ചീമപ്പുളി എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റേ കാപ്പിയൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1-2 മൂടൊക്കെ എനിക്കിഷ്ടമുള്ളതാണ് നമ്മുടെ വീടിൻ്റെ ടെറസ് എന്ന് പറഞ്ഞേക്കുന്നത്. പണ്ട് സ്ലോപ്പ് പോലായിരുന്നു. അത് കയറാൻ ഭയങ്കര പേടിയാണ്, എന്നാൽ സാഹസികമായിട്ട് വലിയ കയറി. പിന്നെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അവിടെ കയറിയിരുന്ന് പഴയകാല സ്മരണകളൊക്കെ ആലോചിച്ച് കുറച്ച് നേരം ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ.